ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസം നമ്മുടെ നാട്ടിൽ കൊണ്ടാടപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. റബീഉൽ അവ്വലിൽ പല സംഭവങ്ങളും ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. ഹിജ്റ നബി പോയത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. പ്രവാചകന്റെ ജനനം ഉണ്ടായത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് പറയപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടതിൽ. 12-നാണ് എന്ന് ഉറപ്പില്ല. കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സിൽ റബീഉൽ അവ്വൽ ഓർക്കുമ്പോൾ മായാതെ തങ്ങി നിന്നിരുന്ന സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രവാചകന്റെ മരണമായിരുന്നു എന്നാണ് ഉത്തരം. റബീഉൽ അവ്വലിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവം പ്രവാചകന്റെ വഫാത്താണ്. റബീഉൽ അവ്വൽ ഏതു ദിവസം നടന്നു എന്നാൽ അതിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഭൂരിഭാഗം ആളുകളും പറയുന്നത് റബീഉൽ അവ്വൽ 12-നാണ് നബിയുടെ വഫാത്ത് സംഭവിച്ചത് എന്നാണ്. സ്വഹാബത്ത് എപ്പോഴും റബീഉൽ അവ്വലിൽ എത്തുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടാകാറുള്ളത്. കാരണം നബി വിട്ടുപിരിഞ്ഞു പോയ മാസമാണല്ലോ എന്ന ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട സൂചനകൾ നബിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. നബി സ്വഹാബത്തിന് നേരത്തെ തന്നെ നൽകിയിരുന്നു. നബിയുടെ ഇഹലോകവാസം വെടിയാനുള്ള സമയമായി എന്നത് പ്രവാചകൻ സ്വഹാബാ കിറാമിനോട് പല നിലക്ക് സൂചനകൾ നൽകിയിരുന്നു. ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നക മയ്യിതുൻ, പ്രവാചകരെ നിങ്ങൾ മരിക്കാനുള്ളവനാണ്. മറ്റൊരു സന്ദർഭത്തിൽ അഫഇമ്മാത ഔ ഖുതില, പ്രവാചകൻ മരിച്ചുപോയാൽ എന്ന് സൂറ അഹ്സാബിലൂടെ മറ്റൊരു സന്ദർഭത്തിൽ ഉഹദിന്റെ ഒരു പരിതസ്ഥിതിയിൽ അവതരിച്ച ആയത്ത്. പ്രവാചകന് മരണമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രവാചകനും ഒരു മനുഷ്യനാണല്ലോ. നമ്മളെപ്പോലെയുള്ള മനുഷ്യനല്ലെങ്കിലും പ്രവാചകത്വം ലഭിക്കുന്നുവെങ്കിലും
ഒരു ഉലൂഹിയത്ത്, ദൈവീകത പ്രവാചകനില്ല, മനുഷ്യനാണ്. അതുകൊണ്ട് ജനനവും മരണവും ഉണ്ടാകും. പിന്നീട് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാം വർഷം തന്റെ ഏക ഹജ്ജ് നിർവഹിച്ച് അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. മനുഷ്യരെ, ഒരുപക്ഷേ ഇനി ഈ സ്ഥാനത്ത് ഈ ദിവസം ഇതുപോലെ നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജബലുർ റഹിമ നമിറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ, റഹിമയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാണ്, ഇനി ഇങ്ങനെ ഒരു നിൽപ്പ് നിങ്ങളുടെ മുന്നിൽ എനിക്കുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ലഅല്ലി ലാ അദ്രി, എനിക്കറിയുകയില്ല ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമോ എന്ന്. പ്രവാചകൻ ഹജ്ജ് നിർവഹിക്കുമ്പോഴും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ജംറകളിൽ എറിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരുന്നുവെന്നാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖുദു അന്നി മനാസികകും, ഹജ്ജിന്റെ മനാസിക്കുകൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, എനിക്കറിയില്ല ഒരുപക്ഷേ ഈ ഒരു ഹജ്ജ് മാസത്തിന് ശേഷം ഇനി അടുത്തൊരു വർഷം ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോ സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും നൽകിയിരുന്നു എന്നാണ്. ഹിജ്റ 11-ാം വർഷം ദുൽഹിജ്ജ, ഹിജ്റ 10-ാം വർഷത്തിലെ ദുൽഹിജ്ജ കഴിഞ്ഞ് പിന്നെ ഹിജ്റ 11-ന്റെ മുഹറം, അത് കഴിഞ്ഞ് സഫർ മാസത്തിന്റെ 29-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചു തുടങ്ങി. ഒരു ജനാസയുടെ ബഖീഉൽ മസ്ജിദുൻ നബവിയോട് ചേർന്ന് കിടക്കുന്ന ബഖീഉൽ അർഖദിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് പ്രവാചകൻ തിരിച്ചു മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന അനുഭവപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ച രോഗത്തിന്റെ തുടക്കം അതായിരുന്നു. ആ തലവേദന, ആ അസുഖം നിലനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസം പള്ളിയിൽ ജമാഅത്തിനൊക്കെ നേതൃത്വം കൊടുത്ത് സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന സമയമാകുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു, ഐന അനൽ യൗം, ഐന അന ഗദൻ, ഇന്ന് ഞാൻ ഏതു ഭാര്യയുടെ വീട്ടിലാണ് ഉണ്ടാവുക, നാളെ ഞാൻ ആരുടെ കൂടെയാണ് താമസിക്കേണ്ടത്. പ്രവാചകൻ എല്ലാവർക്കും ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ ചോദ്യം ചോദിച്ചിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചുമലിൽ തൂങ്ങിയാണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി പോയത്. ആയിഷ ബീവിയുടെ വീടിന്റെ പ്രത്യേകത എന്താണ്? നബിയുടെ വീടും ആയിഷ ബീവിയുടെ വീടും മസ്ജിദുൻ നബവിയുടെ ചുമരും ഒന്നാണ്. പള്ളിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. ഇന്ന് ആ വീട് നിൽക്കുന്നിടത്ത് മദീന പള്ളിയിൽ പോയാൽ ആ വീടിന്റെ പുറത്തൊരു ചുമരുണ്ട്, അതിന്റെ പുറത്തൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിന്റെ പുറത്തു നിന്നാണ് മദീന പള്ളിയിൽ പ്രവാചകന്റെ ഖബറിന്റെ അരികിലൂടെ നമ്മൾ നടന്നു പോവുക. നമുക്ക് ആ ഗ്രിൽസ് കാണാൻ സാധിക്കും. അവിടെ മുഹമ്മദ്, അതുപോലെ അബൂബക്കർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു എന്ന 3 പേരുകളൊക്കെ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രില്ലിന്റെ തൊട്ടടുത്ത് ഖബറല്ല, അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് ചതുരാകൃതിയിലായിരുന്നു, സമചതുരാകൃതിയിലായിരുന്നു. അപ്പോ നബിയുടെ ഖബറുള്ള വീട് ചതുരാകൃതിയിലാകുമ്പോൾ ആളുകൾ അതിന് ദിവ്യത്വം കൽപ്പിക്കും. മാത്രമല്ല, കഅബയോട് സമാനമായ രൂപമാണ് അതിന്. അതിലേക്ക് തിരിഞ്ഞ ആളുകൾ നമസ്കരിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഒരു പഞ്ചഭുജാകൃതിയിലുള്ള 5 ചുമരുകളുള്ള 5 മൂലകളുള്ള മറ്റൊരു കെട്ടിടം അതിന്റെ പുറത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിന് വാതിലുകൾ ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ കവാടവും പിന്നെ അടക്കപ്പെട്ടതായിരുന്നു. അതിന്റെ മേൽക്കൂരയും അടക്കപ്പെടാം. ഞാൻ പറഞ്ഞത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്.
എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ നബിയുടെ ഖബറിന്റെ മുകളിൽ നിന്ന് പൊടി തട്ടിയെടുത്ത പൊടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചില പുരോഹിതന്മാർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. നബിയുടെ ഖബറിന്റെ ഫോട്ടോ നാടുകളിൽ പ്രചരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ 2 ചുമരുകൾക്കുള്ളിലാണ്, വാതിലുകളില്ലാത്ത 2 ചുമരുകൾക്കുള്ളിലാണ്. അത് ക്യാമറ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ആരും അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ആരും ഖബറിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. അതിന്റെ അടുത്തുള്ള പൊടി തട്ടിയെടുക്കുക എന്ന് പറയുന്ന പരിപാടിയെ അവിടെ ഇല്ല. ആത്മീയത കച്ചവടം ചെയ്യുന്ന ആളുകൾ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ചൂഷണം ചെയ്യുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആയിഷ ബീവിയുടെ വീട് പള്ളിയോട് ചേർന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് പിന്നീട് കടന്നിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അല്ലേ? ആയിഷ ബീവി സൂറത്തുൽ ഇഖ്ലാസ് ഓതും, മുഅവ്വദത്തൈൻ ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്തുകൾ പാരായണം ചെയ്യും. എന്നിട്ട് പ്രവാചകന്റെ കയ്യിലേക്ക് ഊതിക്കൊടുക്കും. പ്രവാചകന്റെ കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തടവും. ഇസ്ലാം അനുവദിച്ച മന്ത്രമാണത്. മന്ത്രങ്ങളിൽ ശിർക്കിയായ മന്ത്രങ്ങളുമുണ്ട്, ശർഈയായ മന്ത്രങ്ങളുമുണ്ട്. മതം അനുവദിച്ചു തന്ന മന്ത്രമുണ്ട്. ഖുർആൻ ഓതി ആർക്കും സ്വന്തം ശരീരത്തിലേക്ക് ഊതാം, സ്വന്തം കൈകളിലൂതി ശരീരത്തിൽ തടവാം. മറ്റൊരാൾക്ക് ഊതിക്കൊടുക്കാം. ഒരാൾക്ക് ഓതാൻ കഴിയാത്ത സമയമാണെങ്കിൽ നൂലിൽ മന്ത്രിച്ച് ഊതിക്കെട്ടിയിടുന്ന സന്ദർഭം ജാഹിലിയത്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഏലസുകൾ കെട്ടുന്നത് ജാഹിലിയത്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അത് മതവിരുദ്ധമാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു രോഗിയെ സന്ദർശിക്കുമ്പോൾ കഴുത്തിൽ മന്ത്രിച്ചു കെട്ടിയ നൂല് കണ്ട് അത് പൊട്ടിച്ചെറിഞ്ഞ്, ഈ നൂലുമായിട്ടാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ ജനാസ നമസ്കരിക്കാൻ ഞാൻ പങ്കെടുക്കുമായിരുന്നില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇസ്ലാമിന് അന്യമാണ്. അത് മതത്തിൽപ്പെട്ടതല്ല. മതത്തിൽപ്പെട്ടത് എന്താണ്? ഖുർആൻ ഓതി ഫാത്തിഹ ഓതാം, ആയത്തുൽ കുർസി ഓതാം, ഇഖ്ലാസ് ഓതാം, മുഅവ്വദത്തൈൻ ഓതാം, ഖുർആനിലെ ഏത് സൂറത്തും ഓതാം, പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ മന്ത്രിക്കാം, ഓതാം. എന്നിട്ട് ആളുകൾക്ക് ശരീരത്തിലേക്ക് ഊതിക്കൊടുക്കാം, സ്വന്തം ശരീരത്തിൽ ഊതാം, കയ്യിലൂതി ശരീരത്തിൽ തടവാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനായി കിടക്കുന്ന ചെയ്തു കൊടുത്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഓതി പ്രവാചകന്റെ കയ്യിലേക്ക് ഊതി പ്രവാചകന്റെ കൈ കൊണ്ട് തടവിക്കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ മരണം സംഭവിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലവേദന വർദ്ധിച്ചു. അതോടൊപ്പം പ്രവാചകന്റെ വയറിന് വേദന കൂടി വന്നു. തലക്കു മുകളിലൂടെ വെള്ളമൊഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. പ്രവാചകന്റെ തലയിലൂടെ വെള്ളമൊഴിച്ചു കൊടുത്തു. എന്നിട്ട് നബിക്ക് ആശ്വാസം തോന്നിയപ്പോൾ നബി എന്താണ് ചെയ്തതെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കയറി. പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളാണ്, മരണത്തിന്റെ 5 ദിവസം മുമ്പ്. എന്നിട്ട് മിമ്പറിലിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറഞ്ഞു: ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരടിമക്ക് അല്ലാഹു 2 ചോയ്സ് നൽകി, 2-ൽ-1 തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി. ഒന്ന് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളാണ്, രണ്ടാമത്തേത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്. ആ അടിമ അല്ലാഹുവിന്റെ അടുത്തുള്ളതിനെ തെരഞ്ഞെടുത്തു. ഈ വാചകങ്ങൾ കേട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. പ്രവാചകൻ പറഞ്ഞ വാചകത്തിന്റെ ആശയം എന്താണെന്ന് പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. ഇനിയും ദുനിയാവിൽ ജീവിക്കണോ, അതല്ല ഇനി മരണമുണ്ടാകണോ എന്ന്, അല്ല അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്ര പോകണോ എന്ന് അള്ളാഹു നബിയോട് ചോദിച്ചു. അള്ളാഹു എനിക്ക് ദുനിയാവ് വേണ്ട, അള്ളാഹുവിന്റെ അടുത്തേക്ക് മതി എന്നത് തെരഞ്ഞെടുത്തു എന്നാണ് മറ്റൊരു ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകന്മാർക്ക് മാത്രമുള്ള ഇസ്ലാമിലെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? മരണം ജീവിതവും ആ സമയത്ത് അള്ളാഹു അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് അവരുടെ റൂഹ് പിടിക്കുക. അവർക്കത് തെരഞ്ഞെടുക്കാനുള്ള സന്ദർഭമുണ്ട്. അതാണ് മൂസാ നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട വളരെയധികം ചർച്ചയാകുന്ന ഒരു ഹദീസുണ്ട്.
മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അടുത്ത് മലക്കുൽ മൗത്ത് വന്നു. മലക്കുൽ മൗത്തിനെ നമ്മുടെ നാട്ടിൽ അസ്രായിൽ എന്നാണ് പറയാറുള്ളത്. അസ്രായിൽ എന്നുള്ള വാക്ക് പ്രമാണങ്ങളിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. മരണത്തിന്റെ മലക്ക്. അവരൊന്നല്ല, കുറെ അധികം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ മലക്കുൽ മൗത്ത് മനുഷ്യരൂപത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അടുത്ത് വന്നു. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങളെ ഇതാ, നിങ്ങൾക്ക് ജീവിക്കണോ മരിക്കണോ, നിങ്ങളുടെ ജീവൻ എടുക്കാൻ എനിക്ക് അനുവാദം തരണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കിന്റെ മുഖത്തേക്ക് അടിച്ചു. ആ മനുഷ്യരൂപത്തിന്റെ കണ്ണ് പൊട്ടി എന്നാണ് ഹദീസിലുള്ളത്. മൂസാ നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? ഖവിയ്യുൻ അമീൻ, ശക്തനും വിശ്വസ്തനുമാണ് എന്നാണ്. അല്ലെ, മദീനയിലെ പെൺകുട്ടികൾക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ നിരവധി ആളുകൾ എടുത്താൽ പൊങ്ങിയാത്ത കല്ല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുമിച്ച് ആ കിണറിലേക്ക്, കുളത്തിലേക്ക് ഇറക്കി വെച്ചാണ് അവർക്ക് വെള്ളം എടുത്തു കൊടുത്തത്. അത് കണ്ടിട്ടാണ് മൂസാ നബിയുടെ കുറിച്ച് ആ പെൺകുട്ടികൾ വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഞങ്ങൾക്കൊരാൾ വെള്ളമെടുത്തു, അതുകൊണ്ടാണ് നേരത്തെ എത്തിയത്. അയാൾ അവിടെ കൂലിക്ക് വെച്ചാൽ അയാൾ ശക്തനാണ്, വിശ്വസ്തനാണ്. അല്ലെ, എന്തുകൊണ്ടാണ് ആട് ഈജിപ്ത് വിട്ട് പോകേണ്ടി വന്നത്? കിബിത്തിയും ബനൂ ഇസ്രായേലുകാരനും തമ്മിലുണ്ടായ ശണ്ട തീർക്കാൻ മൂസാ നബി ഇടപെട്ടു. കിബിത്തി ഒരടി കൊടുത്തു, കിബിത്തി മരിച്ചു. മൂസാ നബി ശക്തനായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യരൂപത്തിന്റെ കണ്ണ് പൊട്ടിപ്പോയി. മലക്കിന്റെ അല്ല, മലക്ക് മനുഷ്യരൂപം പ്രാപിച്ചതിന്റെ. പലപ്പോഴും ആളുകൾ ആ ഹദീസിനെ പരിഹസിക്കുകയും അതിനെ തെറ്റിദ്ധരിക്കുകയും അതിനെ നിഷേധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് ആ മലക്ക് വന്ന് ചോദിക്കാൻ രണ്ട് കാര്യങ്ങൾ. എവിടെയാണോ പ്രവാചകന്മാർ മരിച്ചു കഴിഞ്ഞാലും അവരെവിടെയാണോ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അവിടെ വെച്ചാണ് അവരുടെ മരണമുണ്ടാവുക. അത് പ്രവാചകന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. എന്തുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിലെത്തിയത്? അവിടെ കബറടക്കപ്പെടണമെന്നായിരുന്നു പ്രവാചകന്റെ ആഗ്രഹം. എവിടെ കബറടക്കണമെന്നാണോ പ്രവാചകന്മാർ ആഗ്രഹിക്കുന്നത് അവിടെ വെച്ചാണ് അവരുടെ റൂഹ് പിടിക്കപ്പെടുക. മരണം വേണോ ജീവിതം വേണോ എന്ന ഒരു തഖ്യീർ, ഒരു ചോയ്സ് അല്ലാഹു പ്രവാചകന്മാർക്ക് ആ ഒരു ചോദ്യത്തിന് ശേഷമാണ് അവരുടെ റൂഹ് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ സാമീപ്യമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നല്ല, മരണമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ ഇരുന്നു കൊണ്ട് 5 ദിവസം മുമ്പ് ബുധനാഴ്ച സ്വഹാബത്തിന് ചില ഉപദേശങ്ങൾ നൽകി. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിലെ 1052ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അഖ്വഫു മാ അഖാഫു അലൈക്കും. മരണത്തിന്റെ 5 നാൾ മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു. പറഞ്ഞാൽ സഹോദരങ്ങളെ, ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും നൽകിയ ഉപദേശം നമുക്ക് ഓരോരുത്തർക്കും പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മോട് പറയുന്ന വാചകങ്ങൾ എന്താണത്? അഖ്വഫു മാ അഖാഫു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് മേൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? അതെന്താണ്? മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ. ദുനിയാവിന്റെ പ്രശോഭിത, ദുനിയാവിന്റെ ആഡംബരങ്ങൾ അവൻ നിങ്ങൾക്ക് മേൽ തുറന്നു തരുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. വിശ്വാസികളെ, നിങ്ങൾ ദരിദ്രരാകുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് രോഗമുണ്ടാകുന്നതിനെ കുറിച്ചല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. പല ആളുകൾക്കും സമ്പത്തുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിനെ മറക്കുക. ദാരിദ്ര്യകാലത്ത് കരഞ്ഞു തേങ്ങി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, തഹജ്ജുദ് നമസ്കരിക്കും, പള്ളിയിലുണ്ടാകും. സമ്പത്ത് കൂടുമ്പോ ആളുകൾ അല്ലാഹുവിനെ മറന്നുപോകും. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉപദേശമുണ്ട്. എന്താ? നിന്റെ ഹൃദയം പല കഷ്ണങ്ങളാകണോ, നിനക്ക് പല നാട്ടിൽ സമ്പത്തുണ്ടായാൽ മതി. നിന്റെ ഹൃദയം പല പല കഷ്ണങ്ങളാകണോ, നിങ്ങൾക്ക് പല പല നാടുകളിൽ സമ്പത്തുണ്ടായാൽ മതി. മനസ്സ് പല പല നാടുകളിലായിരിക്കും. ഞാൻ പറഞ്ഞത്, സമ്പത്തിന് മതം എതിർത്തിട്ടില്ല, സമ്പത്തുണ്ടാകുന്നതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ല. സമ്പന്നതയുടെ കാലഘട്ടത്തിലും അല്ലാഹുവിനെ ഓർക്കണം. അതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഏത് ദുനിയാവിന്റെ എത്ര വലിയ ആഡംബരങ്ങളിലൂടെ കടന്നുപോയാലും യാതൊരുവിധ പ്രശ്നവുമില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞുപോയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞവർ സ്വർഗത്തിലാണെന്ന് ദുനിയാവിൽ ഉറപ്പ് കൊടുത്ത ആളുകളാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ കാര്യത്തിലും എന്താ സംഭവിക്കുക? അവർ സമ്പന്നതയിലേക്ക് പോകും, അല്ലാഹുവിനെ മറന്നുപോകും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവ് നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. രണ്ടാമത് പ്രവാചകൻ തന്ന ഉപദേശം ഉണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ. ഇമാം ബുഖാരി 436ാമത്തെ ഹദീസായി ഉദ്ധരിച്ചത്, അല്ലാഹു ജൂത ക്രൈസ്തവരെ ശപിച്ചു, നസാറാക്കളെയും യഹൂദികളെയും ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം അവർക്ക് മേലുണ്ട്. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. മരണത്തിന്റെ 5 നാൾ മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മോട് പറയാണ്, അവരിൽ നിന്ന് മരിച്ചുപോയ മഹാത്മാക്കളുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി. അതുകൊണ്ട് ജൂതന്മാർക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അതുകൊണ്ട് ക്രൈസ്തവർക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. അല്ലേ? നമ്മുടെ കേരളം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കി, എത്ര ഖബറിടങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്? എത്ര ഖബറിടങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്? എത്ര ഖബറിടങ്ങളാണ് കെട്ടിയുയർത്തിയിട്ടുള്ളത്? എത്ര ഖബറുകൾക്ക് മുകളിലാണ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്? മതം വിലക്കിയതാണ്. ഒരു ചാണിലധികം ഖബർ ഉയരാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ലോകത്ത് തർക്കമില്ലാത്ത സംഗതിയാണ്. കേരളത്തിലെ ഏറ്റവും പഴയ ജാറത്തിന് 200 കൊല്ലത്തിലപ്പുറം പഴക്കമുണ്ടാവില്ല. 1400 കൊല്ലം മുമ്പ് ഇസ്ലാം വന്ന കേരളത്തിൽ 200 കൊല്ലായിട്ടുള്ളൂ പരമാവധി പഴക്കമുള്ള ജാറം. കേരളത്തിലെ ഏറ്റവും വലിയ ഫഖീഹ് എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പൊന്നാനിയിലെ ഖബർ പോലും കെട്ടിയുയർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് മഹാന്മാരുടെ ഖബർ കെട്ടിയുയർത്താനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ മഹാനുണ്ടോ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജദ്തു ഖബറഹു നഹവ ശബരിൻ റഅയ്തുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചാണാണ് അതിന്റെ ഉയരം, ഒരു ചാണാണ് അതിന്റെ ഉയരം. പ്രവാചകൻ വിലക്കി. നമ്മള് ഖബർസ്ഥാനിൽ പോയാൽ കുട്ടികളോട് പറയും, ഖബറിന്റെ മേലെ നിൽക്കല്ലേ, ഖബറിന്റെ മുകളിൽ ഇരിക്കല്ലേ. എന്താ കാരണം? നബി വിലക്കിയതാണ്. ഖബറിന്റെ മുകളിൽ നിൽക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല എന്ന് വിലക്കിയ അതേ ഹദീസിന്റെ ബാക്കി ഭാഗം എന്താണെന്നറിയോ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുന്നു, അയ്യുജസ്സൽ ഖബർ, ഖബറിന് സിമന്റ് ഇടുന്നത്, കുമ്മായം ഇടുന്നത്, വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കുന്നത്, വഅൻ യുഖഅദ അലൈഹി, ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഇരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഹദീസിന്റെ അപ്പുറവും ഇപ്പുറവും ഖബറിന്റെ മുകളിൽ കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാ, നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇത് അൽ ഉമ്മ. അൽ ഉമ്മിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഖബറുകൾക്ക് മുകളിലുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു കളയണമെന്ന്. ഇമാം ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ സവാജിർ അൽ-ഇഖ്തിറാഫിൽ ഖബായിർ എന്ന് പറയുന്ന കിതാബിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, തജിബുൽ മുബാദറതു, വളരെ ധൃതിപ്പെട്ട് നിങ്ങൾ ചെയ്യണം, വേഗത്തിൽ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യുന്നറിയോ? ഖബറിന്റെ മുകളിലുള്ള കെട്ടിടങ്ങളെ ഇടിച്ചു നിരപ്പാക്കുക എന്നത് വേഗത്തിൽ ചെയ്യണം. ഇന്ത്യ രാജ്യമാണ്. ഇവിടെ ആർക്കും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മതം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് മരണത്തോടടുക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള നാളുകളിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്. മൂന്നാമത് ഖബറുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമതും പ്രവാചകൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു ഇസ്തദ്ദ അലല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ വേറൊരു രൂപം അല്ലാഹുമ്മ ഒരു പ്രാർത്ഥനയാണ്. മിമ്പറിൽ ഇരുന്ന് മരണത്തിന്റെ 5 നാൾക്ക് മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആക്കരുത്, വസനൻ യുഅബദു, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. ഖബർ ആരാധന ശിർക്കാവണമെങ്കിൽ വിഗ്രഹം നിർത്തിവെച്ച് ആരാധിക്കണമെന്നില്ല. ഖബറിന് നൽകുന്ന അമിതമായ ആദരവ്, അമിതമായി അതിന്റെ അടുത്ത് നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത്, അതിന്റെ അടുത്ത് ചന്ദനത്തിന് പുകക്കുന്നത്, അതിന്റെ മുന്നിൽ ഭവ്യതയോടെ നിൽക്കുന്നത്, അതിന് കൊടുക്കുന്ന ആരാധനയാണ്, കൊടിയ ശിർക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അവസാന നാളുകളിലെ ഉപദേശമാണ്, പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ നീ മാറ്റല്ല അല്ലാഹ്. അല്ലാഹുവിന്റെ കോപമുണ്ടാകും അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ മേൽ. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്,
അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കിയാൽ അള്ളാന്റെ കോപം അവർക്ക് മുകളിൽ ഉണ്ടാകുന്ന. ഇന്നലെ മദീനയിൽ നിന്നൊരു വീഡിയോ വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഗവൺമെന്റും സംവിധാനങ്ങളും പണ്ഡിതന്മാരും പ്രവാചകന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ കൈ ഉയർത്തിയാൽ അവർ ഉപദേശിക്കും, അത് തടയും. നബിയോട് പ്രാർത്ഥിക്കല്ലേ എന്ന് പറയും, പള്ളിയിൽ പോയിരുന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കും എന്ന് പറയും. ഇന്ന് പള്ളിക്ക് പുറത്ത് മദീന പള്ളിയുടെ മുറ്റത്ത് എവിടെ നിന്നൊക്കെയോ ഒരുമിച്ച് കൂടിയ ആളുകൾ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, പ്രവാചകനോട് തേടുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്താ? എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന്. പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതിന് നേരെ വിപരീതമാണ് ആളുകൾ ചെയ്യുന്നത്. അതിന്റെ നേരെ വിപരീതമാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണത്തിന് 5 നാൾക്ക് മുമ്പ് നൽകിയ പ്രധാനപ്പെട്ട ഉപദേശങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോ നബി മിമ്പറിൽ വന്നിരുന്ന് ജനങ്ങളോട് സംസാരിച്ചതാണിത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഉപദേശങ്ങളിലൂടെയാണ്. അത് ജീവിതത്തിൽ പാലിക്കാനാണ്, അതിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാനാണ്, തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണകൾ തിരുത്താനാണ്. ധീരതയോടെ, വിശ്വാസ ദൃഢതയോടുകൂടി അത്തരം സത്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ ഒരു റബീഉൽ അവ്വൽ മാസത്തിലൂടെ കടന്നു പോകുമ്പോ സ്വഹാബത്ത് ഓർത്തിരുന്നത്, സ്വഹാബത്ത് ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മരണ ദിവസങ്ങളെ കുറിച്ച് ഓർക്കുകയും ചിന്തിക്കുകയും വേദനിക്കുകയും വിഷമിക്കുകയുമാണ് ചെയ്തിരുന്നത്. നമ്മളാണ് അതിനെ വലിയ ആഘോഷമാക്കി അലങ്കാരമാക്കി മാറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ, സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളി പരിപാലനത്തിലേക്കാണ് ഇന്നത്തെ കളക്ഷൻ. എല്ലാവരും മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ ഈ ഭവനം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുന്നത്ര സദഖകളിൽ നിന്ന്, ദാനധർമ്മങ്ങളിൽ നിന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, അഥവാ വ്യാഴാഴ്ച, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അതിലെ പ്രവാചകന്റെ ആ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഗുണപാഠങ്ങളിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ജസീറത്തുൽ അറബ് വിശ്വാസികളുടേതാകും എന്നൊരു സംഗതി പറഞ്ഞു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പഠിപ്പിച്ചു. പ്രവാചകൻ അന്നത്തെ 4 വഖ്ത് നമസ്കാരവും സ്വഹാബത്തിനോടൊപ്പം പ്രവാചകൻ ഇമാമ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. എന്നാൽ ഇശാഇന്റെ സമയത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു. നബി ബോധം വീണ്ടും കിട്ടിയപ്പോ നബി ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നായിരുന്നു. ജനങ്ങൾ നമസ്കരിച്ചോ എന്നായിരുന്നു. അപ്പോ സ്വഹാബത്ത് പറയണം, ഇമാം ബുഖാരി 687-ാമത്തെ ഹദീസ്, ഖുൽനാ ലാ ഹും യൻതളിറൂനക, ഇല്ല പ്രവാചകരെ, അവർ അങ്ങേ കാത്തു നിൽക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞു, എനിക്ക് വെള്ളം തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ wudu ചെയ്ത് വീണ്ടും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനും പ്രവാചകന്റെ ബോധം വീണ്ടും നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു കഴിഞ്ഞ് വീണ്ടും ബോധം കിട്ടിയപ്പോൾ നബി ചോദിച്ചത്, സ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? വീണ്ടും പ്രവാചകന്റെ ബോധം നഷ്ടപ്പെട്ടു. നബി വീണ്ടും ബോധം കിട്ടി. അപ്പൊ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ്, അവർ നമസ്കരിച്ചോ? അവര് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അങ്ങയെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർ അബൂബക്കർ ലിയുസല്ലി ബിന്നാസ്, ജനങ്ങളെ കൊണ്ട്
നമസ്കരിക്കാൻ അബൂബക്കറിനോട് ആവശ്യപ്പെടൂ. അബൂബക്കർ ഇമാമ നിൽക്കട്ടെ. 5 ദിവസങ്ങൾക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് സംസാരിച്ച സമയത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ. മനുഷ്യരിൽ എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ആൾ തന്റെ സഹവർത്തിത്വം കൊണ്ട്, തന്റെ സഹവാസം കൊണ്ട്, സമ്പത്ത് കൊണ്ടെല്ലാം അത് അബൂബക്കറാണ്. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖദതു അബൂബക്കർ. ഞാൻ ഈ മുസ്ലിം ഉമ്മത്തിൽ നിന്നൊരു കൂട്ടുകാരനെ, ഒരു ഖലീലിനെ സ്വീകരിക്കുകയായിരുന്നുവെങ്കിൽ അത് ഞാൻ അബൂബക്കറിനെയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ പ്രവാചകന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്ന രൂപത്തിൽ 5 ദിവസങ്ങൾക്ക് മുമ്പ് അബൂബക്കർ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. 4 ദിവസങ്ങൾക്ക് മുമ്പ് വ്യാഴാഴ്ച നമസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ നിന്ന് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ നബി അവസാനം ജനങ്ങൾക്ക് കൊടുത്ത ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ ആ ബോധരഹിതനായി, പൂർണ്ണമായി ബോധമില്ലാത്ത സന്ദർഭത്തിൽ പോലും പറഞ്ഞത് നമസ്കാരമെന്നായിരുന്നു. മഹത്തുക്കളായ ആളുകളൊക്കെ അങ്ങനെയാണ്. എടുത്ത് ഞാൻ കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന KM മൗലവിയുടെ ചരിത്രം കേൾക്കുകയുണ്ടായി. അദ്ദേഹം അസ്ർ നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്ത് വന്ന് പിന്നെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് പതുക്കെ അദ്ദേഹം ചെരിഞ്ഞു വീണ് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസ്ർ നമസ്കരിക്കണം. അവിടെയും അദ്ദേഹത്തിന്റെ സംസാരത്തെ കുറിച്ച് പറഞ്ഞതാണ്, മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞു, എനിക്ക് അസ്ർ നമസ്കരിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരനും ഭാര്യയും 2 വശങ്ങളിൽ ചേർന്ന് നിന്ന് നടുവിൽ അദ്ദേഹത്തെ നിർത്തി പാതിബോധത്തിൽ അദ്ദേഹം മറ്റൊരാൾ ഇമാമ നിന്ന് അസ്ർ നമസ്കരിച്ചു തീർത്തുവെന്നാണ്. ലോകത്തെവിടെ നമ്മൾ എടുത്തു നോക്കിയാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അടിവയറിന് കുത്തുകൊണ്ട്, അബൂലുഹുലത്തിന്റെ കുത്തുകൊണ്ട് കുടൽമാല പുറത്തു ചാടി. 6 കുത്താണ് അടിവയറിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറിന് കുത്തിയത്. കുടൽമാല പുറത്തു ചാടി അദ്ദേഹം ബോധരഹിതനായി വീണു. ബോധം വീണ്ടും കിട്ടി. അദ്ദേഹം യമാമയിൽ നിന്ന് വൈദ്യൻ വന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അതായിരുന്നു, അല്ലാഹുവേ, നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ലല്ലോ, എനിക്ക് വുളൂ ചെയ്തു തരൂ, ഞാൻ നമസ്കരിക്കട്ടെ. പ്രവാചകന്റെ അവസാന നിമിഷങ്ങളിലും പ്രവാചകന്റെ 2 സ്വഹാബിമാരുടെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത പാടില്ലാത്ത ആരാധനയാണ്. ഇസ്ലാമിന്റെ സ്തംഭമാണ്, അടിസ്ഥാന സ്തംഭമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ, മനുഷ്യന് ഓർമ്മയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ അയാൾ നമസ്കരിക്കണമെന്ന പാഠമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ, ആ ചരിത്രത്തെ നമ്മൾ ഓർക്കുമ്പോ അതിന്റെ 4 ദിവസം മുമ്പുള്ള ദിവസത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആരാധനകൾ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി കൈവരിക്കാനും നാളെ പരലോകത്ത് സ്വർഗം നേടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇന്നും നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ടെസ്റ്റിന് വേണ്ടി വിധേയമാവുകയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സഹോദരനും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعز الاسلام والمسلمين
وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.